ഏട്ടത്തി, ഞാൻ എത്തി. ആ, വന്നോ എൻ്റെ ചക്കരക്കുട്ടൻ? എന്നെ കണ്ടതും ഏട്ടത്തി ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. ഒരു കൊല്ലം കൊണ്ട് നീയാകെ വളർന്നു പോയില്ല അപ്പൂസേ, ഏട്ടത്തി പറഞ്ഞു. അതേട്ടത്തിയുടെ ഉണ്ട കണ്ണച്ച് നോക്കുന്നത് കൊണ്ടാ. ആഹാ, എന്നാ പിന്നെ ഒന്നുകൂടി നോക്കട്ടേടാ. അതും പറഞ്ഞ് ഏട്ടത്തി എന്നെ മുറുക്കെ പിടിച്ചുകൊണ്ട് എൻ്റെ കണ്ണിലേക്ക് നോക്കി. അല്ല, ഏട്ടത്തി ഒന്നുകൂടി തടിച്ചുപാറുമായല്ലോ, ഞാൻ പറഞ്ഞു. അയ്യടാ, അത് നിൻ്റെ ഉണ്ടക്കണ്ണച്ച് നോക്കുന്നതുകൊണ്ടാ. ബാഗ് താടാ, ഞാൻ എടുത്തു വെക്കാം. വേണ്ടെന്നേ, ഞാൻ എടുത്തോളാം. ആഹാ, വന്ന പാടെ അവിടെ നിൽക്കാണോ മോനെ? അപ്പോഴാണ് അമ്മ അവിടേക്ക് വന്നത്. അമ്മേ, അമ്മ ഇതെവിടെയായിരുന്നു? ഞാൻ അമ്മയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അവിടെ കസേരയിൽ അമ്മ എന്നെ ഇരുത്തി. എടാ, ഞാൻ ചായ എടുത്തു വരാം. അതും പറഞ്ഞ് ഏട്ടത്തി അടുക്കളയിലേക്ക് പോയി. അമ്മയോട് സംസാരിക്കുമ്പോഴും എൻ്റെ നോട്ടം ഏട്ടത്തി പോകുന്നതിലായിരുന്നു. ഏട്ടൻ്റെയും ഏട്ടത്തിയുടെയും കല്യാണം കഴിഞ്ഞ് 8 വർഷമായെങ്കിലും കുട്ടികളില്ലായിരുന്നു. അതിൻ്റെ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ട്. പിന്നെ എൻ്റെ നേരെ മൂത്ത ചേച്ചിയുണ്ട്. അവളുടെയും കല്യാണം കഴിഞ്ഞു. കുട്ടിക്ക് 2 വയസ്സുണ്ട്. അളിയനും ചേച്ചിയും ഇപ്പോൾ ദുബായിലാണ്. ഏട്ടത്തിയും ചേച്ചിയും കോളേജ് മുതൽ ഫ്രണ്ട്സാണ്. ഏട്ടത്തിയുടെ പേര് അനുവെന്നും ചേച്ചിയുടെ മാളവികയെന്നുമാണ്. എൻ്റെ പേര് മനു. അപ്പു എന്ന് വീട്ടിൽ വിളിക്കും. ഏട്ടൻ മഹേഷ്, അളിയൻ അനീഷ് എന്നാണ് അവരുടെ പേരുകൾ. ചേച്ചിയുടെ കല്യാണം ഉറപ്പിക്കുന്ന സമയത്ത് എൻ്റെ ഏട്ടന് ഏട്ടത്തെ ഇഷ്ടമായി. അങ്ങനെ മാറ്റക്കല്യാണം നടത്തിയതാണ്. എൻ്റെ ഏട്ടൻ ഏട്ടത്തെ കെട്ടിയപ്പോൾ ചേച്ചി ഏട്ടത്തിയുടെ ചേട്ടനെയും കെട്ടി. 2 കൂട്ടരുടെയും കല്യാണം ഒരേ ദിവസം തന്നെയായിരുന്നു. ചേച്ചിക്കും ഏട്ടത്തേക്കാൾ 7 വയസ്സ് കൂടുതലാണ്. ഏട്ടനും അളിയനും തമ്മിൽ 10 വയസ്സും. കോളേജിൽ ആദ്യ വർഷ ക്ലാസ് കഴിഞ്ഞ് വെക്കേഷന് വന്നതായിരുന്നു ഞാൻ. 1 വർഷം കഴിഞ്ഞതോടുകൂടി എല്ലാ വർഷത്തിലും ഞാൻ പഠിച്ചു. പക്ഷേ ഇനി വീട്ടിൽ നിന്നും പോയാൽ മതിയെന്നാണ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. കാരണം ഞാൻ പോയപ്പോൾ വീടാകെ അനക്കമില്ലാതായെന്ന്. ചേച്ചിക്കും ഏട്ടനും കുട്ടികളില്ലാത്തതിൻ്റെ വിഷമം എന്നെ കാണുമ്പോഴാണ് കുറയുന്നതെന്ന്. ഞങ്ങൾ 3 പേരും നല്ല കൂട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏട്ടത്തെ കാണുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നുക. കാരണം കോളേജിലെ പല കുരുത്തക്കേടും വായനോട്ടവും തന്നെ. ഡാ, നീ എന്താലോചിച്ചിരിക്ക? അമ്മ എന്നോട് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ഓർമ്മകളിൽ നിന്നും ഉണർന്നത്. ഏയ്, ഒന്നുമില്ല അമ്മേ. മോൻ ചെന്ന് ഫ്രഷ് ആകാൻ നോക്ക്. ആ, ശരി അമ്മേ. ഞാൻ കുറച്ച് നേരം ഒന്ന് കിടക്കട്ടെ, നല്ല ക്ഷീണമുണ്ട്. ആ, ശരിയടാ, കഴിക്കാറാവുമ്പോൾ ഞാൻ വിളിക്കാം. അങ്ങനെ ഞാൻ റൂമിലേക്ക് ചെന്നു. റൂമാകെ അടക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. ഏട്ടത്തിയാവുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് മുണ്ടെടുത്ത് ബനിയാൻ ഇടാൻ പോയ നേരത്താണ് ഏട്ടത്തി എന്നെ റൂമിലേക്ക് വന്നത്. ആഹാ, നിന്നെ കെട്ടിക്കാറായല്ലോ അപ്പൂസേ. ഏട്ടത്തി എന്നെ നല്ലപോലെ നോക്കിയാണ് അത് പറഞ്ഞത്. മസിലൊക്കെ നന്നായി ഉറച്ചല്ലോ ചെക്ക, കെട്ടിക്കാറായി ചെക്കനെ, ഏട്ടത്തി എൻ്റെ കയ്യിൽ അമർത്തിക്കൊണ്ട് ചോദിച്ചു. ഓ, ഒന്ന് പോയേട്ടത്തി, ഞാൻ കോളേജിലായിട്ടുള്ളൂ. പഠിത്തമൊക്കെ കഴിയട്ടെ. പിന്നെ ഫുട്ബോൾ ടീമിലുള്ളതുകൊണ്ടാ ഇങ്ങനെയൊക്കെ, ഞാൻ പറഞ്ഞു. അയ്യടാ, ഞാനൊന്ന് വെറുതെ പറഞ്ഞെന്ന് കരുതി. അല്ല, നീ ഇനി കോളേജിൽ വല്ല പെണ്ണുങ്ങളെയും കണ്ട് വെച്ചിട്ടുണ്ടോടാ? അവരെന്നെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. ഒന്ന് പോവവിടുന്ന്, അങ്ങനെയൊന്നും ഇല്ല, ഞാൻ ബനിയൻ ഇട്ടുകൊണ്ട് പറഞ്ഞു. അതെന്താടാ, എൻ്റെ ചക്കരക്കുട്ടന് ലൈനടിക്കാനുള്ള കുട്ടികളൊന്നും അവിടെ ഇല്ലേടാ? ആ, അതിന് മാത്രമുള്ള പെൺപിള്ളേരൊന്നും ഇല്ല ഏട്ടത്തി. ഞാൻ കിടക്കയിൽ കിടന്നുകൊണ്ട് പറഞ്ഞപ്പോൾ ഏട്ടത്തി എൻ്റെ അടുത്ത കിടക്കയിൽ വന്നിരുന്നു. ഓ, അത്രയും ദാരിദ്ര്യമാണോടാ? അങ്ങനെയല്ല, എന്നാലും എൻ്റെ ആഗ്രഹത്തിനൊരെണ്ണം കിട്ടണ്ടേ ഏട്ടത്തി. ഓ, നിനക്കപ്പോൾ അത്രയ്ക്കും ഡിമാൻഡുണ്ടോ? പിന്നെ അല്ലാതെ. എന്നാ പറഞ്ഞേ, നിൻ്റെ ഡിമാൻഡൊക്കെ ഞാനൊന്ന് കേൾക്കട്ടെ. ഏട്ടത്തി എൻ്റെ അടുത്ത സൈഡിൽ ചരിഞ്ഞ് ഒരു കൈപ്പത്തിൽ തല വെച്ചുകൊണ്ട് കിടന്ന് എന്നോട് ചോദിച്ചു. ഏട്ടത്തിയും ഞാനും പണ്ട് മുതലേ ഇങ്ങനെ ഇരിക്കാറുള്ളതാണ്, അതും പകൽ സമയങ്ങളിൽ. അത് പിന്നെ മിനിമം ഏട്ടത്തിയുടെ മുഖഭംഗിയെങ്കിലും വേണം. അത് കേട്ടതും ഏട്ടത്തി ചിരിച്ചു. ആഹാ, അത്രേ ഉള്ളൂ?
അല്ല, ഏട്ടത്തിയുടെ മുടി വേണം, നല്ലോണം നീളമുള്ള ഇടതോർന്ന മുടി. ആഹാ, എന്തോരം നീളം വേണം? അത് ഏട്ടത്തിയുടെ പോലെ, ദാ ഇതുവരെ. അതിന് എൻ്റെ അത്രയും ഉണ്ടോടാ? ആ, ഇത്രയുണ്ട്. പിന്നെ പിന്നെ ഇതുപോലെ കുണുങ്ങി ചിരിക്കണം. ഞാൻ ഏട്ടത്തിയെ നുള്ളി ചിരിപ്പിച്ചു. ഏയ് അപ്പൂസേ, എന്താടാ ഇത്? ഏട്ടത്തി നല്ലോണം ചിരിച്ചു. ആ, ഇതുപോലെ തന്നെ. ഒന്ന് പോട ചക്ക, അവൻ്റെ ഒരു കുണുങ്ങിച്ചിരി. അല്ല, ഇത്രേ ഉള്ളൂ മോൻ്റെ ഡിമാൻഡ്? ഇനി എന്താ? ഇനി ഒന്നുമില്ല. ഇനിയുള്ളതെല്ലാം എനിക്ക് ഏട്ടത്തിയുടെ പോലെ മതി. ആണോ? എന്നാ ഒന്ന് പറഞ്ഞേ, ഞാനൊന്ന് കേൾക്കട്ടെ. ഏട്ടത്തി മുകളിലേക്ക് നോക്കിക്കൊണ്ടാണ് ഈ ചോദിക്കുന്നത്. ഇതുപോലെ എല്ലാം ഏട്ടത്തി. ഞാൻ നേരെ ഏട്ടത്തിയെ നോക്കിക്കൊണ്ടാണ് അത് പറഞ്ഞത്. പിന്നെ ഞാൻ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് നോക്കിക്കിടന്നപ്പോൾ ഏട്ടത്തി എന്നെ തിരിഞ്ഞു നോക്കി. അയ്യേ, നേരെ നോക്കട ചക്ക. ഏട്ടത്തി എൻ്റെ മൂക്കിൽ പിടിച്ച് തിരുമ്മിക്കൊണ്ട് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് നോക്കുന്നത് ഏട്ടത്തി കണ്ടു എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നേരെ തന്നെ നോക്കുന്ന ഏട്ടത്തി, ഞാൻ പറഞ്ഞു. നിനക്കൊക്കെ നല്ല കിളി പോലുള്ള കുട്ടികളെ കിട്ടും, അല്ലാതെ. ഏട്ടത്തി പറയാൻ വന്നത് പാതിയിൽ നിർത്തി. എനിക്ക് ഏട്ടത്തിയുടെ പോലെ മതി, ഞാൻ പറഞ്ഞു. ആ, എന്നാലേ നീ എന്നെ തന്നെ അങ്ങ് കെട്ടേണ്ടി വരും. ആ, അതിനെന്താ, ഞാൻ കെട്ടിക്കോളാം. അയ്യടാ, മുട്ടയൊന്നും വിരിഞ്ഞിട്ടില്ല ചെക്കൻ, എന്നിട്ട് കെട്ടാൻ നടക്കുക. എനിക്ക് എൻ്റെ ചക്കര ഏട്ടത്തി തന്നെ മതിയെങ്കിലോ? എന്നെ തുറിച്ച് കണ്ണാൽ ചെറു പുഞ്ചിരിയോടെ ഏട്ടത്തി നോക്കി. എന്നിട്ട് നിന്റെ ഏട്ടനെ പോലെ ആവാനാണോടാ? ഏട്ടത്തി പറഞ്ഞത് പെട്ടെന്ന് നിർത്തി എന്നെ ഒന്ന് നോക്കി. അതെന്താ, ഏട്ടൻ എന്തു പറ്റി? ഏയ് ഒന്നുമില്ലടാ. പറഞ്ഞത് അബദ്ധമായെന്ന ഭാവം ഏട്ടത്തിയുടെ മുഖത്തുണ്ടായിരുന്നു. കുട്ടികളുടെ കാര്യമാണോ? ഞാൻ ചോദിച്ചു. അത് കേട്ട് ഏട്ടത്തി എന്നെ ഒന്ന് നോക്കി. ആ കണ്ണിൽ നനവ് വന്നിരിക്കുന്നു. അതൊക്കെ നമുക്ക് ശരിയാക്കാം എൻ്റെ പുന്നാര ഏട്ടത്തി. എന്ത്? എങ്ങനെയെന്ന്? ഏട്ടത്തി എൻ്റെ ചെവിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആ, വീട് ഏട്ടത്തി, വേദനിക്കുന്നു. നിനക്ക് കുറച്ച് കുറുമ്പ് കൂടുന്നുണ്ട്. ചിരിച്ചുകൊണ്ടാണ് ഏട്ടത്തി അത് പറഞ്ഞത്. ആ, വേണ്ടെങ്കിൽ വേണ്ട. എന്ത് വേണ്ടെന്ന്? അവരെന്നെ കണ്ണു തുറപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഏട്ടത്തിക്ക് കുഞ്ഞാവയായി ഞാനില്ലേ, അത് പോരെ? വിഷമം മാറ്റാനെന്നോണം ഞാൻ പറഞ്ഞു. നീ എൻ്റെ കുഞ്ഞാവായി ഇരുന്നാൽ മതിയിട്ടോടാ തെമ്മാടി. ഏട്ടത്തി എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആഹാ, നീ ഇവൻ്റെ കൂടെ കിടന്നോ? അപ്പോഴാണ് അമ്മ അങ്ങോട്ട് വന്നത്. നിനക്ക് ഉറങ്ങണമെന്ന് പറഞ്ഞിട്ട് രണ്ടും കൂടി വർത്താനം പറഞ്ഞ് കിടക്കാണോ? അമ്മ ചോദിച്ചു. ഏയ്, എന്താ അമ്മേ? ഏട്ടത്തി ഇവിടെ കിടക്ക്, ഞാൻ ഉറങ്ങിയിട്ട് പോയാൽ മതി. ഏട്ടത്തി എഴുന്നേക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു. അയ്യടാ, ഒരില്ല കുട്ടി വന്നിരിക്കുന്നു, അമ്മ പറഞ്ഞു. ആ, അതെല്ലോ. ഒരിള്ള കുട്ടി. എന്നെ നോക്കി ഒരു കള്ളച്ചിരിയോടെ ഏട്ടത്തി പറഞ്ഞു. എന്തായാലും ഇള്ള കുട്ടി ഉറങ്ങിയിട്ട് ഞാൻ വരാം അമ്മേ. ആ, ഇങ്ങനെ ഒരേട്ടത്തി അനിയനും, എന്നാൽ ഞാൻ പോണു. അമ്മ അതും പറഞ്ഞ് തിരിഞ്ഞു നടന്നു. ഏട്ടത്തിയുടെ വാലിന്ന് മാറാത്ത ഒരു ചെക്കൻ. പോകുന്ന വഴി അമ്മ പറഞ്ഞു. ഡാ, ഉറങ്ങാൻ നോക്കടാ വേഗം, ഏട്ടത്തി എന്നോട് പറഞ്ഞു. ഏട്ടത്തിയെ ഞാൻ എന്തോരം മിസ് ചെയ്തെന്നോ? ആണോ? അയ്യോടാ, പാവം. അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ സംസാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ വീണ്ടും വന്നു. ആ, രണ്ടുപേരും വീണ്ടും കിടന്നോ? മോളെ എഴുന്നേക്ക്, അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. അത് കേട്ടാണ് പാതി മയക്കത്തിലേക്ക് വീണ ഞാൻ കണ്ണു തുറന്നത്. ആഹാ, നീ എഴുന്നേറ്റോ? ഇനി എന്തായാലും മോൻ തന്നെ ഒറ്റയ്ക്ക് കിടന്നുറങ്ങിക്കോ, ഏട്ടത്തിക്ക് അടുക്കളയിൽ പണിയുണ്ട്. അങ്ങനെ ഏട്ടത്തി അതും പറഞ്ഞു പോയി. ഞാൻ പിന്നെയും ചുരുണ്ടുകൂടി കിടന്നു. കുറേ കഴിഞ്ഞ് മുഖത്ത് വെള്ളം വീഴുന്നതറിഞ്ഞാണ് ഞാൻ കണ്ണു തുറന്നത്. നോക്കുമ്പോൾ ഏട്ടത്തി വന്ന് മുടിയിലെ വെള്ളം എൻ്റെ മുഖത്തേക്ക് തെറിപ്പിക്കുകയാണ്. ആ, എങ്ങനെയുണ്ടടാ, വെള്ളത്തിന് തണുപ്പുണ്ടോ? ആഹാ, ഇപ്പോൾ ശരിയാക്കി തരാം. ഡാ, ഒന്ന് പോടാ, ഞാൻ പോവാ.
എന്നും പറഞ്ഞ് ഏട്ടത്തി അവിടെ നോടി. കുറച്ചു കഴിഞ്ഞ് ഞാൻ റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു. അടുക്കളയിൽ ചെന്നപ്പോൾ അമ്മ അവിടെയുണ്ട്. അമ്മേ, ഏട്ടത്തി എവിടെ? ഞാൻ ചോദിച്ചു. ഓ, ഇങ്ങനൊരു വാലി തൂങ്ങി. ഓ പിന്നെ, എടാ അവൾ നാട് വിട്ടു പോയടാ. അങ്ങനെ നാട് വിട്ടൊന്നും പോയില്ല എൻ്റെ ഏട്ടത്തി. ആര് പോകുന്ന കാര്യ നിങ്ങളീ പറയുന്നേ? പെട്ടെന്ന് ഏട്ടത്തി അങ്ങോട്ടേക്ക് കയറി വന്നു. നിന്നെ ഒരു നിമിഷം പോലും കാണാണ്ടിരിക്കാൻ പറ്റുന്നില്ലെന്ന് ഈ ചെക്കന്, അമ്മ ഏട്ടത്തിയോട് പറഞ്ഞു. അത് കേട്ട് ഏട്ടത്തി എന്നെ നോക്കി ചിരിച്ചു. എന്നാടാ ചായ കുടിക്ക്, നിനക്കിഷ്ടമുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഏട്ടത്തി ഉണ്ണിയപ്പം എനിക്ക് തന്നു. ആഹാ, കൊള്ളാലോ, അടിപൊളി. ഞാനത് തിന്നോണ്ട് പറഞ്ഞു. ഡാ, അത് മുഴുവൻ തിന്നണ്ട, ഏട്ടനും കൂടി വേണം, അമ്മ പറഞ്ഞു. ഇത് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാ, ഞാൻ മുഴുവൻ തിന്നു. നീ തിന്നോടാ അപ്പൂസേ, ഏട്ടനത് തിന്നില്ല, ഏട്ടത്തി പറഞ്ഞു. ഓ, ഒരേട്ടത്തിയും മോനും വന്നിരിക്കുന്നു. അത് കേട്ട് ഞാൻ അമ്മയെ നോക്കി കൊഞ്ഞളം കാണിച്ചു. ഏട്ടത്തി അടുക്കളയിൽ പണിയിലേർപ്പെട്ടപ്പോൾ ഞാൻ അവിടെ തന്നെ നിന്ന് എല്ലാം നോക്കി ആസ്വദിച്ചു. ഏട്ടത്തി, എന്താ പണി? നിനക്ക് അട വേണ്ടേ അപ്പൂസേ? ആഹാ, നീ അവനെ ഇങ്ങനെ തീറ്റിക്കല്ലേ മോളെ, ഇവനിനി ഇവിടെ തന്നെ ഉണ്ടാവില്ലേ, അമ്മ പറഞ്ഞു. അതിനെന്താ അമ്മേ, അവൻ കുറേ കഴിഞ്ഞ് വന്നതല്ലേ, അവിടെ അതൊന്നും കിട്ടിക്കാണില്ല അല്ലേടാ, ഏട്ടത്തി എന്നോട് ചോദിച്ചു. ആ അതെ ഏട്ടത്തി, അവിടെ ഹോസ്റ്റലിലെ ഫുഡ് കഴിച്ച് എൻ്റെ നാവിൻ്റെ രുചി കെട്ടു. ഏട്ടത്തിയുടെ ഉണ്ണിയപ്പം തിന്നപ്പോഴാ ആ രുചിയൊക്കെ ഒന്ന് ഉണർന്നത്. ആണോ? എന്നാലേ ഇപ്പോൾ ശരിയാക്കി തരാട്ടോ. ഏട്ടത്തി ചിരവെടുത്ത് നിലത്തിരുന്ന് അതിലിരിക്കാൻ നോക്കിയതും ഞാൻ തടഞ്ഞു. ഏട്ടത്തി മാറ്, ഞാൻ ചിരവി തരാം. അയ്യടാ, എന്നിട്ട് വേണം നാളികേരം മുഴുവൻ നിനക്ക് തിന്നാൻ. ഏയ് ഇല്ല ഏട്ടത്തി, മോൻ തൽക്കാലം ഇവിടെ ഇരുന്നോ, ഞാൻ ചിരവിക്കോളാം. ഏട്ടത്തി ഒരു മുട്ടിപ്പല നിലത്തിട്ട് അതിലെന്നോട് ഇരിക്കാൻ പറഞ്ഞു. ഏട്ടത്തി ചിരുവന്നു നോക്കി ഞാൻ അതിലിരുന്നു. എന്താണ് ചെക്ക, നീ എന്നെ ഇങ്ങനെ നോക്കുന്നേ? അത് ഞാൻ ഞാൻ നോക്കുന്നത് ഏട്ടത്തി കണ്ടു കാണും, പക്ഷേ മുഖത്തൊരു പുഞ്ചിരിയാണ്. വേണേ എടുത്തോടാ, അമ്മ കാണണ്ട, ഏട്ടത്തി പറഞ്ഞു. ഇനി ഞാൻ ഉദ്ദേശിച്ചു തന്നെയാണോ ഏട്ടത്തിയും ഉദ്ദേശിച്ചത്? ഒന്നും മനസ്സിലാവാതെ ഞാൻ കുഴഞ്ഞു. എന്നാ ചക്ക, വെള്ളം ഇറക്കി ഇരിക്കണ്ട. പെട്ടെന്ന് കുറച്ച് നാളികേരം ഏട്ടത്തി എനിക്ക് തന്നു. അപ്പോഴാണ് നാളികേരം വേണോ എന്നാണ് ഏട്ടത്തി ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായത്. ഇത്രയും ഭംഗിയുള്ള കുടങ്ങൾ കാണുമ്പോൾ നാളികേരം ആര് ശ്രദ്ധിക്കുന്നു? ആഹാ, നീ ഇവളുടെ കൂടെ ഇരുന്ന് നാളികേരം തിന്നാണോ, അമ്മ ചോദിച്ചു. ഇല്ലമ്മേ, ഞാൻ കുറച്ചേ എടുത്തുള്ളൂ, ഇനി അതിന് കളിയാക്കണ്ട. കുറച്ച്. മോളെ വേഗം ചിരകി എഴുന്നേറ്റോ, അല്ലെങ്കിൽ ഇവരത് മൊത്തം തീർക്കും. അമ്മ ഏട്ടത്തിയെ നോക്കിയാണത് പറഞ്ഞത്. അമ്മയുടെ നോട്ടം കണ്ട് ഏട്ടത്തി താഴേക്കൊന്ന് നോക്കി എന്നെ പാളി നോക്കിയപ്പോൾ ഞാൻ വേഗം നോട്ടം മാറ്റി. ആ കഴിഞ്ഞമ്മേ. ഏട്ടത്തി വേഗം ചിരവി കഴിഞ്ഞ് എഴുന്നേറ്റ് നിന്നു. ഏട്ടത്തിയുടെ മുഖത്ത് ഒരു നാണം, അത് ഞാൻ കണ്ടു. ഡാ അപ്പൂസേ, കഴിഞ്ഞു. ഇനി നിനക്ക് അടയുണ്ടാക്കിയിട്ട് ബാക്കി ഉണ്ടെങ്കിൽ തരാം, അമ്മ പറഞ്ഞു. ആ എന്നാ ഇനി മോൻ പൊക്കോ, അടാവുമ്പോൾ ഏട്ടത്തി പറയാം. ശരി ഏട്ടത്തി. ഞാൻ വേഗം അവിടുന്ന് പോയി ഹോളിലിരുന്നു. അവിടെ ഇരിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ കണ്ട വർണ്ണക്കാഴ്ചകളായിരുന്നു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അമ്മയും ഏട്ടത്തിയും വന്നു. അട റെഡിയായി മോനെ, ഇന്നാടാ, എൻ്റെ മുന്നിൽ അട വെച്ച് ഏട്ടത്തി പറഞ്ഞു. അമ്മയും ഏട്ടത്തിയും എൻ്റെ കൂടെ അട കഴിക്കാനിരുന്നു. അപ്പൂസേ, കുറച്ച് ചൂടുണ്ട്, ആക്രാന്തം കാണിക്കണ്ട, ഏട്ടത്തി പറഞ്ഞു. ഓ പിന്നെ, ഞാൻ ആദ്യമായി കഴിക്കുകയാണല്ലോ. ഞാൻ അട ഇലയിൽ നിന്നും വേർപെടുത്തി, എന്നിട്ട് പകുതി പൊട്ടിച്ചു. അതിൻ്റെ ഉള്ളിലെ ശർക്കരയുമുള്ള നാളികേരം തോണ്ടി ഞാൻ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ നാളികേരം മാത്രം തിന്നാൻ ഒരു പ്രത്യേക രസമാണ്. അയ്യേ, എന്താ ചെക്കൻ കാണിക്കുന്നേ? ഇങ്ങനെയാണോടാ അട കഴിക്കുന്നേ, അമ്മ ചോദിച്ചു. ഡാ ശരിക്ക് തിന്നടാ, ഏട്ടത്തി ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. ആദ്യം ഇങ്ങനെ തിന്നണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ഒന്നുകൂടെ
അടയുടെ ഇടയിലേക്ക് കൂർപ്പിച്ച നാളികേരം തോണ്ടിയെടുത്ത് തിന്നാൻ തുടങ്ങി. അയ്യേ, എന്താ ഇവൻ കാണിക്കുന്നേ? അമ്മ ചോദിച്ചു. ഹ, അമ്മ വെറുതെ വേറെ വല്ലതും ആലോചിക്കണ്ട, അവൻ ഇഷ്ടമുള്ളവർ തിന്നട്ടെ, ഏട്ടത്തി പറഞ്ഞു. അമ്മ എന്താ ആലോചിക്കാൻ? ഞാൻ ചോദിച്ചു. ഷോ, ഒന്ന് പോടി, നിനക്ക് എങ്ങനെയാന്ന് വെച്ചാൽ കഴിക്ക്, ഞാൻ പോണ്. അമ്മ വേഗം എഴുന്നേറ്റ് പോയി. ഏട്ടത്തി, അമ്മ എന്താ അങ്ങനെ പറഞ്ഞേ? അയ്യടാ, അതൊക്കെ മോന് സമയമാവുമ്പോൾ ഞാൻ പറഞ്ഞു തരാം, ഏട്ടത്തി എൻ്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു. ശരി. ഞാൻ വീണ്ടും അങ്ങനെ തന്നെ തിന്നാൻ തുടങ്ങി. ഏട്ടത്തി, ഏട്ടനില്ലേ ആടാ? ഇല്ലടാ, ഇത് നിനക്കുണ്ടാക്കിയതാ. നിന്നെപ്പോലെ ഇങ്ങനെ തിന്നാൻ ഏട്ടൻ അറിയില്ലടാ. ഒരു കള്ളച്ചിരിയോടെയാണ് ഏട്ടത്തി അത് പറഞ്ഞത്. അങ്ങനെ അട കഴിക്കലൊക്കെ കഴിഞ്ഞു. കുറച്ചു നേരം ഞാൻ TV കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഏട്ടത്തി എൻ്റെ അടുത്ത് സോഫയിൽ വന്നിരുന്നു. ഏട്ടത്തി, എനിക്കൊന്ന് തല ചീകി തരുമോ? ഞാൻ ചോദിച്ചു. ആഹാ, കോളേജിലൊക്കെ പോയി തുടങ്ങിയപ്പോൾ അതൊക്കെ മറന്നു കാണുമെന്നാ ഞാൻ കരുതിയത്. ഏയ്, മറക്കാനോ? ഞാനോ? ഞാൻ ഏട്ടത്തിയുടെ മടിയിൽ തല വെച്ച് സോഫയിൽ കിടന്നു. ഏട്ടത്തി എൻ്റെ തല ചീകി തരാൻ തുടങ്ങി. മുടിയെല്ലാം ആകെ ചുരുണ്ട് കിടക്കായിരുന്നു. TV കാണാനിരിക്കുമ്പോഴുള്ള സ്ഥിരം പരിപാടിയാണിത്. അപ്പൂസേ, നിനക്ക് വേദനയുണ്ടോടാ? ആ, ചെറുതായിട്ട്. ഓ, എൻ്റെ മോളെന്ന് കളിച്ച് രസിച്ചിരിക്കുന്ന കണ്ടിട്ട് എത്ര നാളായി. അപ്പോഴാണ് അമ്മ അതും പറഞ്ഞ് അങ്ങോട്ടേക്ക് വന്നത്. അത് കേട്ട് ഏട്ടത്തി എന്നെ നോക്കി പുഞ്ചിരിച്ചു. അതെന്താ, എന്തു പറ്റി ഏട്ടത്തി? ഞാൻ ചോദിച്ചു. അത് നീ വന്നതിൻ്റെ സന്തോഷാടാ. അപ്പോൾ ഏട്ടത്തിക്ക് സന്തോഷം ഇപ്പോഴാണ് ഉണ്ടായത്? അതേലോ. അതെന്താ, ഏട്ടനൊക്കെ ഇല്ലേ ഇവിടെ? ഏട്ടൻ ഞാൻ കിടക്കാൻ പോണു മോളെ. അവനിനി ഏത് നേരത്താണെന്നാവോ കയറി വരാൻ പോകുന്നത്, അമ്മ ദേഷ്യത്തോടെ പറഞ്ഞു. ശരി അമ്മേ, അമ്മ കിടന്നോ. അങ്ങനെ അമ്മ റൂമിലേക്ക് പോയി. നീ കിടക്കട ചക്ക, എനിക്ക് നിന്റെ മുഖം കാണുന്നില്ല, ഏട്ടത്തി പറഞ്ഞു. അത് പിന്നെ ഇതിങ്ങനെ തള്ളി നിൽക്കുന്നുണ്ടോ ഏട്ടത്തി? എന്ത്? ഇതുങ്ങളെ. എടാ, നിനക്ക് കുറച്ച് കുറുമ്പ് കൂടുന്നുണ്ട്, ഒന്ന് മിണ്ടാതിരിക്കുക ഏട്ടത്തി. ആ ആപ്പിളിൻ്റെ രുചി ഇപ്പോഴും ഉണ്ട് നിനക്ക്, ഏട്ടത്തി പറഞ്ഞു. ആണോ? നിന്റെ സ്ട്രോബെറി ചേച്ചി വരില്ലെന്നാ പറഞ്ഞേ. ഓ, ചേച്ചിക്കിപ്പോൾ നമ്മളൊന്നും വേണ്ടല്ലോ. സാരില്ലടാ, ദാ ഇത് നിനക്ക് ഓർമ്മയുണ്ടോ? ഏട്ടത്തി മൊബൈലിൽ ഒരു ഫോട്ടോ കാണിച്ചു തന്നു. ഞാൻ കോളേജ് ഹോസ്റ്റലിൽ നിൽക്കാൻ പോകുന്നന്ന് ചേച്ചിയും ഏട്ടത്തിയും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു അത്. തല്ലുകൂട്ടം കഴിഞ്ഞ് സ്നേഹത്തോടെ കൂടുമ്പോൾ അവരെൻ്റെ അടുത്ത് വരും. എൻ്റെ കവളിന് ആപ്പിളിൻ്റെ രുചിയാണെന്നും ഏട്ടത്തിയുടെ സ്ട്രോബെറിയുടെ രുചിയാണെന്നുമാണ് ചേച്ചി പറയാറുള്ളത്. ഏട്ടത്തി, ഏട്ടൻ എപ്പോഴാണ് വരിക? ഞാൻ ചോദിച്ചു. ആവോ. പുഞ്ചിരി ഉണ്ടായിരുന്ന ഏട്ടത്തിയുടെ മുഖം പെട്ടെന്ന് ആ പുഞ്ചിരി മായുന്നത് ഞാൻ കണ്ടു. ഞാൻ പിന്നെ ഒന്നും ചോദിക്കാൻ പോയില്ല. അങ്ങനെ തന്നെ കുറച്ചു നേരം ഏട്ടത്തിയുടെ കൂടെ ഇരുന്നു. അപ്പോഴാണ് ഏട്ടൻ വന്നത്. ആഹാ, നീ എപ്പോൾ വന്നടാ? എന്നെ കണ്ടതും ഏട്ടൻ ചോദിച്ചു. കാലത്തെത്തി ഏട്ടാ, സോഫയിൽ എഴുന്നേറ്റിരുന്ന് ഞാൻ പറഞ്ഞു. കഴിക്കാൻ എടുക്കട്ടെ ഏട്ടാ? ഏട്ടത്തി ഏട്ടനോട് ചോദിച്ചു. വേണ്ട, ഞാൻ കഴിച്ചു. അതും പറഞ്ഞ് ഏട്ടൻ റൂമിലേക്ക് പോയി. അപ്പൂസേ, ഞാൻ കിടക്കാൻ പോവാടാ, മോൻ എഴുന്നേൽക്കുമ്പോൾ TV ഓഫാക്കിക്കോളണേ. ശരി ഏട്ടത്തി. ഏട്ടത്തി അങ്ങനെ റൂമിലേക്ക് പോയി. ഞാൻ അങ്ങനെ TVയും കണ്ടുകൊണ്ടിരുന്നു. ലൈറ്റൊക്കെ ഓഫായതുകൊണ്ട് ഞാൻ TVയുടെ സൗണ്ട് കുറച്ച് വെച്ച് കണ്ടു. അപ്പോഴാണ് ഏട്ടൻ്റെ മുറിയിൽ നിന്നും അടക്കി പിടിച്ചുള്ള സംസാരം ഞാൻ ശ്രദ്ധിച്ചത്. അത് കേൾക്കാൻ വേണ്ടി ഞാൻ TV ഓഫാക്കി. ആകെ ഇരുട്ട് പടർന്നിരുന്നു. അപ്പോൾ ഞാൻ പതിയെ അവരുടെ മുറിയുടെ പുറത്ത് വാതിക്കൽ നിന്നും ചെവിയോർത്തപ്പോൾ അവരുടെ സംസാരം കേൾക്കാൻ പറ്റി. ഇതെന്തെങ്കിലും ശരിയാവോ? മനുഷ്യനെ വെറുതെ, ഏട്ടത്തി പറഞ്ഞു. കുറേ നാളായില്ലേ നോക്കുന്നു, ഞാനിനി എന്ത് ചെയ്യാനാ? ഏട്ടൻ പറഞ്ഞു. ഒന്ന് നേരെ നിന്നാൽ മതിയായിരുന്നു, അല്ലാതെ ഒന്നും നടക്കില്ല. ഞാൻ വെറുതെ കുറേ മരുന്ന് കഴിക്കാം എന്നല്ലാതെ. എടി, ഞാനതിനെന്ത് ചെയ്യാനാ? എന്നാ എനിക്ക് വേണ്ടി എന്തെങ്കിലും വേണം.
എനിക്കൊന്നും വയ്യ. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഞാനൊന്ന് മയങ്ങട്ടെ. ഓഫ്, ഇങ്ങനെയായ എങ്ങനെയാ? പോട്ടെ, എൻ്റെ ദാഹം മാറ്റാനും നിങ്ങളെ കൊണ്ട് പറ്റില്ല മനുഷ്യ. ഓ പിന്നെ, ഒന്ന് പോടി. നിന്റെ ദാഹം മാറ്റാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല. ഞാൻ ഉറങ്ങാൻ പോവാ. നാളെ നേരത്തെ പോണം, ഏട്ടൻ പറഞ്ഞു. ഓ, നിങ്ങളിങ്ങനെ ജോലിയും നോക്കി നടന്നോ? എൻ്റെ കാര്യത്തിൽ ഒരു ചിന്തയുമില്ല. ഡി, മിണ്ടാതെ കിടന്നോ, ആ ചെക്കനപ്പുറത്തുണ്ട്. അതോടുകൂടി അവരുടെ സംസാരം നിന്നു. ഞാൻ പതിയെ അവിടുന്ന് പോയി എൻ്റെ റൂമിൽ പോയി കിടന്നു. അപ്പോൾ അതാണ് കാര്യം. കുട്ടികളുണ്ടാവാത്തതിന് ഏട്ടത്തെ പറഞ്ഞിട്ട് കാര്യമില്ല. പോരാത്തതിന് ഏട്ടനിൽ നിന്നും ഒന്നും ഏട്ടത്തെ കിട്ടുന്നില്ല എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ ഓരോന്നാലോചിച്ച് ഞാൻ കിടന്നു. കുറച്ച് കഴിഞ്ഞിട്ടും ഉറക്കം വരാതെ ഞാൻ വെള്ളം കുടിക്കാൻ ഹോളിലേക്ക് ചെന്നപ്പോൾ ഏട്ടത്തി അവിടെ ടി വിയും കണ്ടിരിക്കുകയായിരുന്നു. ഇതെന്താ, കിടന്നില്ലേ? ഞാൻ ചോദിച്ചു. ഇല്ലടാ, ഉറക്കം വരുന്നില്ല. അപ്പോൾ പിന്നെ കുറച്ചു നേരം ടി വി കണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. ആ, എന്നാ എനിക്ക് ഉറക്കം വരുന്നില്ല. ഏട്ടത്തിക്ക് ഞാൻ കൂട്ടിരിക്കാം. ഞാൻ ഏട്ടത്തിയുടെ അടുത്ത് ചെന്നിരുന്നിട്ടും ഏട്ടത്തിയുടെ മുഖം ഗൗരവം വിട്ടിട്ടില്ല. എന്ത് പറ്റി എൻ്റെ അനുക്കുട്ടിക്ക്? ഞാൻ ചോദിച്ചു. ഏയ്, ഒന്നുമില്ലടാ. എൻ്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞ് ആ വാക്കുകൾ ഇടരുന്നത് ഞാൻ കണ്ടു. ഹാ, പറ ഏട്ടത്തി, ഇത്രയും നേരം ഞാൻ കണ്ട ആളല്ലല്ലോ ഇപ്പോൾ. ഞാൻ വീണ്ടും ചോദിച്ചു. പെട്ടെന്ന് തേങ്ങിക്കൊണ്ട് എൻ്റെ തോളിലേക്ക് തലവെച്ച് ഏട്ടത്തി കരയാൻ തുടങ്ങി. അയ്യേ, എന്താ ഏട്ടത്തി ഇത്? കരയല്ലേ? അപ്പോഴും അവൻ്റെ അടുത്ത് കിടന്ന് കരയുകയാണ്. ഹാ, കാര്യം പറ ഏട്ടത്തി, നമുക്ക് എന്തുണ്ടെങ്കിലും ശരിയാക്കാം. ഏയ് ഇല്ലടാ, അതൊന്നും നിന്നെക്കൊണ്ട് ശരിയാക്കാൻ പറ്റില്ല മോനെ, അവർ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ തോളിൽ ഏട്ടത്തിയുടെ കണ്ണീർ വീണ് നനയുന്നത് ഞാൻ അറിഞ്ഞു. എന്തുണ്ടെങ്കിലും ഞാൻ ശരിയാക്കി തരാം ഏട്ടത്തിക്ക്, ഞാനില്ലേ. അവരുടെ തല പിടിച്ചുയർത്തി ഞാൻ കണ്ണുനീർ തുടച്ചു കൊടുത്തു. എന്തായാലും പറഞ്ഞോ, ഞാൻ ശരിയാക്കി തരാം ഏട്ടത്തി. ആര്, നീയോ? ആ മുഖമൊന്ന് തണുത്ത പോലെ എനിക്ക് തോന്നി. ആ അതെ, എൻ്റെ എല്ലാ ആഗ്രഹവും സാധിച്ചു തരാൻ മാത്രം നീ വലുതായ അപ്പൂസേ. ഒരു പതിഞ്ഞ സ്വരത്തിലാണ് ഏട്ടത്തി അത് പറഞ്ഞത്. ഏട്ടത്തി തന്നെയല്ലേ എന്നെ കെട്ടിക്കാറായെന്ന് പറഞ്ഞത്? അപ്പോൾ ഞാൻ വലുതായില്ലേ? ആണോ? എന്നാലേ എൻ്റെ മോൻ കുറച്ചുകൂടി വലുതാകട്ടെ കേട്ടോ, എന്നിട്ട് ഏട്ടത്തി പറയാം. അപ്പോഴും ഒരു പതിഞ്ഞ സ്വരത്തിലാണ് അതും പറഞ്ഞത്. അതെന്താ, ഇപ്പോൾ പറഞ്ഞാൽ എന്താ കുഴപ്പം? ഏട്ടത്തി എന്നെ ഒന്ന് നോക്കി. അതൊക്കെ എൻ്റെ അപ്പൂസിന് ഞാൻ പിന്നെ പറഞ്ഞു തരാം. ഇപ്പം മോൻ ചെന്ന് ഉറങ്ങാൻ നോക്ക്. ഞാൻ എവിടെ കിടന്നോളാം ഏട്ടത്തി? കിടന്നു. ഞാൻ ഏട്ടത്തിയുടെ മടിയിൽ കിടന്നു. പിന്നെ ഞങ്ങളുടെ ഇടയിൽ സംസാരം ഒന്നും ഉണ്ടായില്ല. ആഹാ, നിങ്ങളിവിടെ ഇരിക്കുകയാണോ? പെട്ടെന്ന് അമ്മ അവിടേക്ക് വന്നു. അത് ഉറക്കം വരുന്നില്ല അമ്മേ, ഞാൻ പറഞ്ഞു. മതി മതി, രണ്ടാളും പോയി കിടക്കാൻ നോക്കിയേ. അമ്മ ഞങ്ങളെ അവിടെ നിന്ന് പറഞ്ഞയച്ചു. അമ്മക്കറിയാം രണ്ടുപേരെയും ഒരുമിച്ചും ഇനി അവിടെ ഇരുത്തിയാൽ പലതും സംഭവിക്കുമെന്ന്. രണ്ടുപേരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ അമ്മ മനസ്സിലാലോചിച്ച് പോയി കിടന്നു. അതേസമയം അനുവിന് മനസ്സിൽ കുറ്റബോധമായിരുന്നു. ഒരു നിമിഷമെങ്കിലും അവൾ മകൻ്റെ സ്ഥാനത്ത് ഇന്നുവരെ കണ്ട അപ്പൂസിനെ മറ്റൊരു രീതിയിൽ കണ്ടതിലുള്ള കുറ്റബോധം. അങ്ങനെ അവളെ തന്നെ ശപിച്ചുകൊണ്ട് കിടന്നു. അതേസമയം അപ്പൂസിന് ഏട്ടത്തി അവനെ ഇപ്പോഴും കുട്ടിയായി കാണുന്നതിനുള്ള വിഷമമുണ്ടായിരുന്നു. അന്ന് കിടക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ പല പ്ലാനുകളും ഉടലെടുക്കുന്നുണ്ടായിരുന്നു.